ഫാഷൻ ഇല്ലസ്ട്രേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്സാണ് ഷെയ്ഡിങ് ടെക്നിക്സ്. ഈ ഷെയ്ഡിങ് ടെക്നിക്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഗാർമെൻറ്റ് വരച്ചു അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂം സിലൗട്ട് വരച്ചു കഴിഞ്ഞാൽ അത് 2D ഫോമിൽ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഈ ഷെയ്ഡിങ് ടെക്നിക്ക് കൊടുക്കുന്നതിലൂടെ നമുക്കൊരു ഒറിജിനാലിറ്റി, ഒരു റിയലിസ്റ്റിക് ഫീല് കിട്ടുന്നതാണ്. പെൻസിൽ ഷെയ്ഡിങ് ടെക്നിക്കിൽ ഫസ്റ്റ് മെത്തേഡാണ് ഹാച്ചിങ്. ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിൽ പെൻസിൽ കൊണ്ട് ചെരിച്ച് വരച്ചു കൊടുക്കുക. ആദ്യം യൂസ് ചെയ്യുന്നത് 2B അല്ലെങ്കിൽ HB പെൻസിലാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. ചെരിച്ചിട്ട് ആ റൗണ്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് ഭാഗത്ത് ചെറുങ്ങനെ കേവ് കൊടുത്തിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെരിച്ച് മോൾ ഭാഗത്തോട്ടേക്ക് ചെരുവി വരുന്ന വിധത്തിലാണ് ആദ്യ ഭാഗത്ത് വരക്കുന്നത്. ഒരു സെൻറ്റർ പോർഷൻ എത്തുന്ന സമയത്ത് നമുക്ക് താഴോട്ടേക്കുള്ള ആ ഒരു ചെറിയൊരു കേവ്, താഴെ ഭാഗത്തുള്ള ആ റൗണ്ടിൻ്റെ കേവിലേക്ക് വരുന്ന വിധത്തിൽ ലൈൻസിന് ചെറുങ്ങനൊരു കേവ് പോലെ കൊടുക്കേണ്ടതുണ്ട്. കേവായിട്ട് വരുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ വളച്ചെടുക്കണ്ട. ജസ്റ്റ് ആ സ്ട്രെയിറ്റ് ലൈനിന് ആ ഒരു സർക്കിളിനോട് ക്ലോസ് ആയിട്ട് വരുന്ന വിധത്തിൽ ചെറിയൊരു കേവായിട്ട് കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒന്നുകൂടെ ആ വരച്ചതിൻ്റെ മുകളിൽ കൂടെ കുറച്ചുകൂടെ ഒന്ന് ലൈൻസ് കുറച്ച് നീട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ടുള്ളത് ലൈറ്റ് എഫക്റ്റ് വരുന്ന ഭാഗമാണ്. നമ്മൾ ഈ ഒരു ഫോം എന്ന് പറയുന്നത് 2D ഫോമിലുള്ള സർക്കിളിനെ 3D ഫോമിലേക്ക് വരച്ച് ഷെയ്ഡിങ് ചെയ്ത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ലൈറ്റ് വരുന്ന സമയത്ത് ആ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് വരും, അവിടെ ഷെയ്ഡിങ് ഒന്നും ചെയ്യേണ്ടതില്ല. നെക്സ്റ്റ് ഇനി 4B പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇത് കുറച്ചൊന്ന് ഡാർക്കൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം മുകളിൽ നിന്ന് താഴോട്ടേക്ക് ലൈൻസ് ഇങ്ങനെ ചെരിച്ച് കൊടുക്കുക. ഫസ്റ്റ് ഭാഗത്ത് കുറച്ചൊന്ന് കേവായിട്ട് ചെറിയൊരു കേവായിട്ട് കൊടുക്കുക, പിന്നെ താഴെയായിട്ട് ലൈൻസ് ഇങ്ങനെ കൊടുക്കുക. അത് ഫുള്ളായിട്ട് ആദ്യം വരച്ചാൽ അതങ്ങനെ വരണമെന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നല്ലോണം ഡാർക്കാകുക, പിന്നെ അങ്ങനെ വലിച്ച് വിടുകയാണ് ചെയ്യുന്നത്. വരച്ചിട്ട് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ടേക്ക് വരച്ച് നിർത്തുന്നില്ല, സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വരച്ച് വലിച്ച് വിടുക ചെയ്യുന്നത് പെൻസിൽ. അതായത് എൻഡിങ്ങിലോട്ട് എത്തുമ്പം ആ ലൈനിൻ്റെ ഒരു ഡാർക്ക്നെസ് കുറഞ്ഞു വരും. സെയിം നേരത്തെ ചെയ്തതുപോലെ തന്നെ താഴെ വരെ ഇത് ചെയ്തു കൊടുക്കാം. ചെയ്യുന്ന സമയത്ത് താഴെ ആദ്യം പറഞ്ഞതുപോലെ താഴെലോട്ട് എത്തുന്ന സമയത്ത് ആ ചെരിച്ചിട്ടുള്ള വര ചെറുങ്ങനെ ഒന്ന് ഒരു കേവായിട്ട് വരച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിലിപ്പം സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് നല്ല ഡാർക്കായിട്ട് വരുന്നത്. കുറച്ച് അങ്ങോട്ട് എത്തുമ്പം കുറച്ച് ലൈറ്റ് ആയിട്ട് തന്നെ ഉള്ളത്. അത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിച്ചാൽ മതി. സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊന്ന് പ്രസ് ചെയ്ത് പെൻസിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. 4B ആണെങ്കിലും കുറച്ചൊന്ന് പ്രസ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ, പിന്നെ അങ്ങോട്ട് വലിച്ച് വിടുക ചെയ്യേണ്ടത്. എൻഡിങ്ങിലോട്ട് എത്തുമ്പോൾ ആ കേവായിട്ട് വരുന്ന ഭാഗം അതേപോലെ ഒന്ന് ജസ്റ്റ് ചെറിയൊരു കേവ് മാത്രമേ വരേണ്ടൂ. കേവ് പറഞ്ഞാൽ അത് നല്ലോണം വളച്ചെടുത്ത് കൊണ്ടുവരേണ്ട. ആ സ്ട്രൈറ്റ് ലൈനിനോട് ക്ലോസ് ആയിട്ട് തന്നെ വരുന്ന വിധത്തിൽ സ്ട്രൈറ്റ് ലൈൻ കൊടുത്ത് അത് ആ ഒരു പോർഷൻ എത്തുമ്പോൾ ചെറുങ്ങനൊന്ന് വളഞ്ഞ് വരുന്ന വിധത്തിൽ ആ റൗണ്ടിനോട് ആ ഷേപ്പിനോട് അടുപ്പിച്ച് വരുന്ന വിധത്തിലാണ് ആ ലൈൻസ് കൊടുക്കേണ്ടത്. നമ്മൾ ഈ ചെയ്തത് കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടുന്ന സമയത്ത് പകുതിക്കുന്ന് തുടങ്ങരുത്, ആ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങുക. ഇനി അഥവാ പകുതിക്കുന്ന് തുടങ്ങുന്നെങ്കിലും തുടങ്ങുന്നത് മനസ്സിലാവാത്ത വിധത്തിൽ പകുതിക്കുന്ന് അമർത്തി തുടങ്ങാതിരിക്കുക. അതായത് തുടങ്ങുമ്പം ആ സ്റ്റാർട്ടിങ്ങിലെ ആ റൗണ്ട് തുടങ്ങുന്ന ഭാഗത്ത് തന്നെ തുടങ്ങിയിട്ട് കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടുക. എക്സ്ട്രാ അത് വരച്ചതാണെന്ന് മനസ്സിലാവാത്ത വിധത്തിൽ തന്നെ ലെങ്ത്ത് കൂട്ടാൻ നോക്കാം. പെൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ഷാർപ്പ് ചെയ്തിട്ട് തന്നെ പെൻസിൽ യൂസ് ചെയ്യാം. ഇതിങ്ങനെ അതിൻ്റെ ഇടക്കൂടെ കൊടുക്കുന്നെങ്കിലും അങ്ങനെ വേറെ തന്നെ വരക്കുന്നതാണെന്ന് ഒരിക്കലും മനസ്സിലാവരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു അഥവാ വെയിറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിലൊന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. ലെങ്ത്ത് എക്സ്ട്രാ കൊടുക്കുന്നത് നമുക്ക് ആവശ്യമുള്ളത്ര കൊടുക്കുക. അതായത് പിന്നെ ആ ഒരു ലൈറ്റ് എഫക്റ്റ് വരുന്ന ആ ഒരു ഭാഗം കുറച്ച് ഒഴിവാക്കിയിട്ട് ബാക്കി നമുക്ക് എത്രത്തോളമാണോ ഇതിൻ്റെ ഷെയ്ഡിങ് വരേണ്ടത് അത്രയും വരെ ലെങ്ത്ത് നമ്മൾ നോക്കിയിട്ട് ചെയ്യാം. ആ ഒരു കുറച്ച് ഭാഗം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് തന്നെ വെക്കണം. അത് ലൈറ്റ് എഫക്റ്റ് വരുന്ന പോർഷനാണ്. അവിടെ ആ ഒരു ഗ്യാപ്പ് വന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആ ഒരു 3D എഫക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു സർഫേസിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുമ്പോൾ അതിന് ലൈറ്റ് എഫക്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഷാഡോ നമുക്ക് വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ള പോലെയാണ് നമ്മളിത് ആക്കിയെടുക്കുന്നത്. സർക്കിളിനെ നമ്മളൊരു
3D ഫോമിൽ ഉള്ള ഒരു ബോൾ പോലെ അല്ലെങ്കിൽ ഒരു സ്ഫിയർ പോലെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുമ്പം അതിൻ്റെ ഷാഡോ വരുന്നതാണ്. അപ്പോൾ ഷാഡോ വരുന്ന സമയത്തും അത് ഫസ്റ്റ് ഭാഗം ആ ഒബ്ജക്റ്റ് ആ സ്ഥലത്ത് ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗം നല്ല ഡാർക്കായിട്ടും കുറച്ച് അങ്ങോട്ട് പോകുമ്പം ഷാഡോയും കുറച്ച് ലൈറ്റായിട്ട് പോകും. ഷാഡോൻ്റെ ലെങ്ത്തും കുറച്ച് കുറയും. അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇതിൽ വരച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പായി കൊടുക്കുക. നമ്മൾ പെൻസിലോട് വരച്ച സമയത്ത് കുറച്ച് പുറത്തൊക്കെ ആയിട്ടുണ്ടാവും. ഔട്ട്ലൈൻ ഒന്ന് വരച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആ പുറത്ത് വന്നതൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി.